ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ്. IPL ഏറ്റവും സക്സസ്ഫുൾ ആയ രണ്ട് ടീമുകൾ ഈ സീസണിൽ വീണ്ടും ഏറ്റുമുട്ടുകയാണ്. ഈ ഒരു ഫിക്സർ തന്നെയായിരുന്നു ഈ സീസണിലെ ഇവരുടെ ആദ്യ മത്സരം. അന്ന് മത്സരം നടന്നത് ചെപ്പോക്കിലായിരുന്നു. നൂർ അഹമ്മദിന്റെ മികവിൽ മുംബൈ ഇന്ത്യൻസിനെ 155 പോലൊരു ചെറിയ സ്കോറിന് ഒതുക്കാൻ നമ്മുടെ CSKക്കായി. എന്നിട്ട് ചേസിന് ഇറങ്ങിയപ്പോൾ ഋതുരാജ് ഗെയ്ക്വാദിന്റെ ഒരു ക്വിക്ക് ഫയർ 50 ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ പവർ പ്ലേയിൽ തന്നെ ഇവർ ഏകദേശം വിജയം ഉറപ്പിച്ചു. അങ്ങനെ ഇവർ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ മലയാളിയായ വിഘ്നേഷ് പുത്തൂർ അരങ്ങേറ്റം കുറിക്കുന്നത്. അപ്പോൾ വിഘ്നേഷ് പുത്തൂരിന്റെ മികവിൽ ആ മത്സരം അവസാന ഓവറുകളിലേക്ക് നീട്ടാൻ മുംബൈക്കായി. എങ്കിലും നമ്മുടെ CSK തന്നെ ആ മത്സരം വിജയിച്ചു. അതിനുശേഷം പിന്നീടുള്ള കുറച്ച് മത്സരങ്ങൾ ഇപ്പോൾ CSK ആയാലും മുംബൈ ആയാലും വിചാരിച്ച പോലെ വന്നില്ല. ആ വിജയത്തിന് ശേഷം തുടർച്ചയായിട്ട് 5 പരാജയങ്ങളാണ് CSK നേരിട്ടത്. ഇപ്പൊ മുംബൈയുടെ കാര്യം പറഞ്ഞ ഇടയ്ക്ക് വിജയങ്ങൾ ഉണ്ടെങ്കിലും പിന്നീട് പരാജയങ്ങളായിരുന്നു കൂടുതൽ. അതിനുശേഷം തുടർച്ചയായ 2 വിജയങ്ങളോടെ അവര് ടൂർണമെന്റിലേക്ക് ശക്തമായിട്ട് തിരിച്ചെത്തി. ചെന്നൈയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു വിജയം കാണാൻ 5 മത്സരങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ഒടുവിൽ കഴിഞ്ഞ മത്സരത്തിൽ LSGക്കെതിരെയാണ് അവർ വീണ്ടും ഒരു വിജയ വഴിയിലേക്ക് തിരികെ എത്തിയത്. ഈ സീസണിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 7 മത്സരങ്ങളിൽ നിന്ന് 3 വിജയങ്ങളുമായിട്ട് മുംബൈ ഇന്ത്യൻസ് 7ാം സ്ഥാനത്താണ്. 7 കളികളിൽ നിന്ന് 2 വിജയങ്ങളുമായിട്ട് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് അവസാന സ്ഥാനത്താണ്. ഇപ്പോൾ ഒരു പോയിന്റ് ടേബിളിന്റെ ഒരു പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ ഇനി അങ്ങോട്ടൊരു പ്ലേ ഓഫ് സാധ്യത കൂടുതലും മുംബൈക്ക് തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം 7 മത്സരത്തിലെ 3 ജയങ്ങൾ, അടുത്ത 7ൽ ഒരു 5 ജയിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് മുംബൈക്ക് പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധിക്കും. എന്നാൽ ചെന്നൈയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങളെല്ലാം ഒരു ഡു ഓർ ഡൈ മത്സരങ്ങളാണ്. അടുത്ത 7 മത്സരങ്ങളിൽ ഒരു 6 ജയിക്കണം എന്ന് പറഞ്ഞാൽ, അതായത് മാർജിൻ ഓഫ് എറർ വളരെ വളരെ ചെറുതാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങളെല്ലാം ഇരു ടീമിന് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന് ഒന്നുകൂടി ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം IPL ഈ 2 ടീമുകളുടെയും ഒരു ഫ്യൂച്ചറിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോരാട്ടമാണ്. ഈ മത്സരത്തിൽ ചെന്നൈ വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ പോയിന്റ് ടേബിളിൽ ആ ഒരു മുംബൈയോടൊപ്പം എത്താൻ സാധിക്കും. ഇനി മുംബൈയാണ് വിജയിക്കുന്നതെങ്കിൽ അവരുടെ ടോപ്പ് 4ലേക്കുള്ള ആ ഒരു പുഷിന് ഇത് കുറച്ചുകൂടി കോൺഫിഡൻസ് നൽകും. അപ്പോൾ 8ൽ 4 ജയം 4 തോൽവി എന്നുള്ള രീതിയിലെത്തും. പിന്നെ അങ്ങോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ, അതൊരു സ്റ്റാർ സ്റ്റഡഡ് ലൈനപ്പ് ആണ്. അപ്പോൾ അവർക്ക് കുറച്ച് വിജയങ്ങൾ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ തടുത്തു നിർത്തുക പ്രയാസമായിട്ട് മാറും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മത്സരം എന്ന് പറയുന്നത് 2 ടീമിനും ക്രൂഷ്യൽ ആണെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഹോം ടീമിന്റെ കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ഹോം ടീമിനാണ് തലവേദന കുറവ്. ഇപ്പോൾ ഇവർ കുറച്ച് പരാജയങ്ങൾക്ക് ശേഷം തുടർച്ചയായിട്ട് 2 വിജയം നേടി. ഇവരുടെ ലൈനപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം എല്ലാം സെറ്റാണ്. ഇപ്പോൾ ബാറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ രോഹിത് ശർമ്മയുടെ ഫോമാണ് അവരെ ഒരു വറി ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ മത്സരം കഴിയുന്നതോറും ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ എടുത്ത സ്കോറാണ് ഈ സീസണിലെ രോഹിതിന്റെ ഏറ്റവും വലിയ സ്കോർ. അത് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ടെങ്കിലും ഇതേവരെ പവർ പ്ലേ അതിജീവിക്കാൻ രോഹിതിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് ഒരു കൺസേൺ. പിന്നെ അങ്ങോട്ട് വിൽ ജാക്സന് ഇടയ്ക്ക് ഒരു മത്സരത്തിൽ ഒരു 6ാം സ്ഥാനത്തേക്ക് ഒരു ബാറ്റിംഗ് ഓർഡറിൽ ഒരു ചേഞ്ച് വന്നു. എന്നിട്ട് സൂര്യ 1 ഡൗൺ ഇറങ്ങുകയും ചെയ്തു. ഞാൻ പറഞ്ഞിരുന്നു, അങ്ങനെയാണെങ്കിൽ കോർബിൻ ബോഷിനെയോ ബെവൻ ജേക്കബ്സിനെയാണ് കളിപ്പിക്കുന്നത് നല്ലത്. കാരണം വിൽ ജാക്സ് ഒരു ടോപ്പ് ഓർഡർ പ്ലെയർ ആണ്. പുള്ളിയെ കൊണ്ട് ലോവർ മിഡിൽ ഓർഡറിൽ ഇട്ടുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ വിൽ ജാക്സ് തന്റെ പഴയ സ്കോഡിലേക്ക് തിരികെ വന്നു. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മികച്ചൊരു പെർഫോമൻസ് നടത്തി. അപ്പോൾ ഒരു മാൻ ഓഫ് ദ മാച്ച് ആവുകയും ചെയ്തു. പിന്നെ ഇങ്ങോട്ട് നോക്കി അറിയാലോ, സൂര്യ ആയാലും തിലകായാലും റൺസ് കണ്ടെത്തുന്നുണ്ട്. പിന്നെ ഹാർദിക് പാണ്ഡ്യ നല്ല ഫോമിലാണ്. കഴിഞ്ഞ മത്സരത്തിലായാലും ഒരു പെട്ടെന്ന് വന്നിട്ട് ആ ഒരു ഫിനിഷിലേക്ക് പെട്ടെന്ന് ടീമിനെ എത്തിക്കാൻ, ഇടയ്ക്ക് ഔട്ടായി പോയെങ്കിലും ഒരു 4 റൺസ് മാത്രം വിജയിക്കാനുള്ളപ്പോഴാണ് നമ്മുടെ ഹാർദിക് ഔട്ടാവുന്നത്. അങ്ങനെ നോക്കിയാൽ ഹാർദിക്കിൽ നിന്നും കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. പിന്നീട് ഇപ്പം നമ്മൾ ബൗളിംഗ് നോക്കിക്കഴിഞ്ഞാലും അവർ സെറ്റാണ്. ബൂമ്രയുണ്ട്. ബൂമ്ര തന്റെ പഴയ ഒരു ഇതിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഏറെക്കുറെ. കാരണം കഴിഞ്ഞ മത്സരത്തിൽ നല്ല എക്കണോമിക്കലായിട്ടാണ് ബോൾ ചെയ്തത്. പിന്നീട് കഴിഞ്ഞ മത്സരത്തിൽ ചഹാർ കുറച്ച് അടി കൊണ്ടു, പക്ഷേ ബോൾട്ട് നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പവർ പ്ലേയിൽ മാത്രമല്ല, അപ്പം ഡെത്ത് ഓവേഴ്സിലും യോക്കേഴ്സ് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ബോൾട്ടിന് കഴിയുന്നുണ്ട്. സ്പിന്നിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ DCക്കെതിരെ കരൺ ശർമ്മ നല്ല പെർഫോമൻസ് ആണ് നടത്തിയത്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ കരണിന് ബോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു ഫിംഗറിന്റെ ഇഷ്യൂ കാരണം ബോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ സാൻഡറിന്റെ കാര്യം പറഞ്ഞാൽ ആദ്യ മത്സരങ്ങളൊന്നും നമ്മൾ ന്യൂസിലൻഡിൽ കാണുന്ന ഒരു സാൻഡറിന്റെ എഫക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും DCക്കെതിരെയൊക്കെ നല്ല രീതിയിലാണ് ബോൾ ചെയ്തത്. അപ്പോൾ ഒരു കരുൺ നായരുടെ വിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ക്രൂഷ്യൽ ബ്രേക്ക് ത്രൂ ആയിരുന്നു. അത് സാൻഡർ എടുത്തു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ടീമായിട്ട് ക്ലിക്ക് ആവുന്നുണ്ട്. ചില പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ CSKയുടെ കാര്യം പറയുന്ന പോലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരു വിന്നിംഗ് മൊമെന്റം പ്രോപ്പറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ കപ്പ് വരെ പോകാൻ പറ്റുന്ന ഒരു ടീം തന്നെയാണ് ഇവരുടേത്. ഇനി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ അവർ വിജയവഴിയിലേക്ക് തിരിച്ചെത്തി. അതിന് അവർ നന്നായിട്ട് ബോൾ ചെയ്തു. അതായത് ബാറ്റിംഗിൽ നല്ല ഫോമിലുള്ളൊരു ടീമാണ് LSG. അവരെ തടുത്തു നിർത്താൻ നമ്മുടെ CSKയുടെ ബോളിങ്ങിനായി. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ CSKയുടെ പ്രധാന പ്രശ്നം പവർ പ്ലേയിലാണ്. അതൊന്ന് പവർ പ്ലേയിൽ റണ്ണ് കൊടുക്കും, പിന്നെ അതുപോലെ പവർ പ്ലേയിൽ തിരിച്ച് റണ്ണ് എടുക്കത്തുമില്ല. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഒരു റിഫ്രഷിംഗ് ചേഞ്ച് നമ്മൾ കണ്ടു. ഇപ്പോൾ കോൺവേക്ക് വരെ നമ്മുടെ ഷെയ്ഖ് റഷീദ് ടീമിലെത്തി. ഒരു തുടക്കക്കാരന്റെ യാതൊരു പതർച്ചയും ഇല്ലാതെയാണ് റഷീദ് കളിച്ചത്. ഒരു 6-4 ആണ് പവർ പ്ലേയിൽ റഷീദ് നേടിയത്. ഇപ്പോൾ മുംബൈക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ CSK ഒരു പവർ പ്ലേയിൽ ഒപ്പോണന്റ് ടീമിനെ ഔട്ട് പ്ലേ ചെയ്യുന്നത് ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും മിഡിൽ ഓവേഴ്സിൽ അവർ സ്ട്രഗിൾ ചെയ്തു. അതായത് അവരുടെ മിഡിൽ ഓർഡർ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു. സ്പിന്നേഴ്സ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ CSK റെസ്ട്രിക്ട് ചെയ്യാൻ എതിർ ടീമിനായി. എങ്കിലും അവസാനം ഒരു ധോണിയുടെ ഫിനിഷിംഗ് ടച്ച് വന്നതോടെ അവർ വിജയിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ പവർ പ്ലേ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിരുന്നു. ആ പവർ പ്ലേ ഫേസിൽ അവർ നേടിയ അധികം റൺസാണ് ആ മിഡിൽ ആ ഒരു ക്രഞ്ച് വന്നിട്ടും
അവരെ ഒരുവിധം രക്ഷിച്ചത്. പിന്നെ നമ്മുടെ ധോണിയുടെ ആ ഒരു ഇന്നിങ്സ് മറക്കുന്നില്ല, ധോണി തന്നെയായിരുന്നു മാൻ ഓഫ് ദ മാച്ച്. അപ്പോൾ പവർ പ്ലേയിലുള്ള ആ ഒരു പെർഫോമൻസും അവസാനം ആ ഒരു ഫിനിഷിംഗിൽ ധോണിയുടെ ഇതുകൂടെ വന്നപ്പോഴത്തേക്ക് അവർ കഴിഞ്ഞ മത്സരം വിജയിച്ചു. ബോളിംഗ് നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്തത്. പക്ഷേ മുമ്പോട്ട് പോകണം, അതായത് ഇനി ഒരു 7-6 മത്സരം ജയിക്കണമെങ്കിൽ ആ രീതിയിൽ മാത്രം പോയാൽ പോരാ. അതായത് മിഡിൽ ഓർഡറിലുള്ള ബാറ്റേഴ്സും റൺസ് കണ്ടെത്തണം. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ അവർ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ അതുകൂടി സോൾവ് ചെയ്താലാണ് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിന് കാര്യമായിട്ട് മുമ്പോട്ട്, അതായത് ഒരു പ്ലേ ഓഫ് ഒരു സ്പോട്ടിന് വേണ്ടി മത്സരിക്കാൻ സാധിക്കുക. അപ്പോൾ എല്ലാ മത്സരങ്ങളിലും പവർ പ്ലേയിൽ രക്ഷപ്പെട്ടു പോകണം, അല്ലെങ്കിൽ അവസാനം ധോണി വന്ന് രക്ഷിക്കുമെന്ന് കരുതാൻ സാധിക്കില്ല. കുറച്ചുകൂടെ വലിയൊരു സ്കോർ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ തീർച്ചയായിട്ടും അവർക്ക് പണി കിട്ടിയേനെ. ആ ഒരു മിഡിൽ ഓർഡറിൽ അത്രയും ഒരു നല്ലൊരു റൺ റേറ്റിൽ സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. ഭയങ്കര സ്ട്രഗിളിംഗ് ആയിരുന്നു മിഡിൽ ഓവേഴ്സിൽ. അപ്പോൾ ആ ഒരു ഇഷ്യൂ അവർ സോർട്ട് ചെയ്യണം. ത്രിപതി ആയാലും നമ്മുടെ സ്ഥാനക്കയറ്റം കിട്ടിയ രവീന്ദ്ര ജഡേജ ആയാലും അതുപോലെ തന്നെ വിജയ് ശങ്കർ ആയാലും ഒന്നും ആ മത്സരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തില്ല. ദുബൈ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്നു. പിന്നെയാണ് അവസാനമാണ് ദുബൈ ഒന്ന് കണക്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ഇഷ്യൂ അവർക്ക് സോർട്ട് ചെയ്യാനുള്ളതാണ്. ബോളിംഗ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ 14 കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു, പക്ഷേ വിക്കറ്റ് എടുത്തു. എക്സ്പെൻസീവ് ആവാൻ കാരണം അവസാനം ഋഷഭ് പന്ത് ഒന്ന് അറ്റാക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എക്സ്പെൻസീവ് ആയത്. ഖലീൽ അഹമ്മദ് കഴിഞ്ഞ മത്സരത്തിൽ ബാക്കിയുള്ള മത്സരങ്ങളെ വെച്ച് നോക്കിയാൽ കുറച്ച് എക്സ്പെൻസീവ് ആയി. ഇപ്പോൾ ജഡേജ നല്ല രീതിയിൽ ബോൾ ചെയ്തു. നൂർ അഹമ്മദിൻ്റെ വിക്കറ്റ് കിട്ടിയില്ലെങ്കിലും ഒരു എക്സലൻസ് സ്പെല്ലായിരുന്നു. 4 ഓവറിൽ 13 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. അതുപോലെ അൻഷുൽ കാംബോജും നന്നായിട്ട് തന്നെ പന്തെറിയുകയാണ് ഉണ്ടായത്. അപ്പോൾ ബാറ്റിങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബോളിങ്ങിൽ അത്ര സാരമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് പറയാം. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണയായി വാങ്കഡെ പിച്ച് എന്ന് പറയുന്നത് റൺ ഒഴുകുന്ന പിച്ചാണ്. അതായത് ഇപ്പോൾ തുടക്കം നല്ല സീമേഴ്സിനുള്ള ഹെൽപ്പ് കിട്ടിയാലും പിന്നീട് സ്വയം അപ്ലൈ ചെയ്യുന്ന ബാറ്റേഴ്സിന് അവസാന ഓവറുകളിൽ നല്ല രീതിയിൽ റൺസ് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു പിച്ചാണ് വാങ്കഡയിലേത്. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ സാധാരണയായി നമുക്ക് വാങ്കഡയിൽ കാണുന്ന ഒരു പിച്ചായിരുന്നില്ല. ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഹാർഡാണ്, ഒരു ഗ്രീൻ ടോപ്പ് ആണെന്നൊക്കെ തോന്നുമെങ്കിലും ഒരു അത്യാവശ്യം ഡാമ്പ് ആയിട്ടുള്ള മോയ്സ്ചറുള്ള ഗ്രിപ്പും ടേണും അതുപോലെ സ്ലോ വേരിയേഷൻസിന് നല്ല ഹെൽപ്പും ഒക്കെ കിട്ടുന്ന ഒരു പിച്ചായിരുന്നു കഴിഞ്ഞ മത്സരത്തിലേത്. അത് ആ മത്സരത്തിൽ ഒരു ഡിസൈഡിങ് ഫാക്ടറുമായി നമുക്ക് പറയാം. കാരണം സൺറൈസേഴ്സിന്റെ ബാറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫ്രീ ഫ്ലോയിങ് അറ്റാക്കിംഗ് മൈൻഡ് സെറ്റുള്ള ഒരു ടീമാണ്. അപ്പോൾ അവരെ തടുത്തു നിർത്താൻ, പവർ പ്ലേയിൽ തന്നെ വിക്കറ്റ് പോയില്ലെങ്കിൽ പോലും തടുത്തു നിർത്താൻ ആ ഒരു പിച്ചിൽ ഒരു ഹെൽപ്പ് യൂട്ടിലൈസ് ചെയ്യുന്നതോടെ മുംബൈ ഇന്ത്യൻസിനായി. ഇനി ചെന്നൈയുമായിട്ട് വരുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും അവർ പിച്ച് ഒരുക്കുന്നത്. അതല്ല, കുറച്ചുകൂടി റൺ സ്കോറിങ്ങിന് എളുപ്പമുള്ള ഒരു പിച്ചായിരിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയണം. ഇപ്പോൾ ഇങ്ങനൊരു സ്ലോ പിച്ച് വന്നു കഴിഞ്ഞാൽ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ചെന്നൈയും കൂടി എയ്ഡ് ചെയ്യും. നമുക്കറിയാലോ നൂർ അഹമ്മദൊക്കെ നല്ല ഫോമിലാണ്, അതുപോലെ ജഡേജയും തൻ്റെ ആ ഒരു ഫോമിലേക്ക് മടങ്ങി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ആ ഒരു സ്ലോ പിച്ച് എന്ന് പറയുന്നത് നമ്മുടെ CSKയും കൂടെ സ്യൂട്ട് ചെയ്തേക്കാം എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ അവർ കുറച്ചുകൂടെ ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പിച്ചായിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ പവർ ഹിറ്റേഴ്സ് അറിയാലോ, എന്തായാലും മുംബൈ ഇന്ത്യൻസിനാണ് CSKയേക്കാൾ കൂടുതൽ പവർ ഹിറ്റേഴ്സ് ഉള്ളത്. കൂടുതൽ എന്നല്ല, നമ്മളിപ്പം നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് നിരയിൽ പവർ ഹിറ്റർ നമുക്ക് വിളിക്കാൻ സാധിക്കുന്നത് ശിവം ദുബെ മാത്രമാണ്. ഇനിയിപ്പോൾ ഡിവാൾഡ് ബ്രേവിസ് വരുന്നുണ്ട്, പക്ഷേ നാളത്തെ മത്സരത്തിൽ കളിക്കാൻ സാധ്യതയില്ല. ടീമിൽ ജോയിൻ ചെയ്ത് അത് കഴിഞ്ഞുള്ള മത്സരം തൊട്ട് ബ്രവിസ് കണ്ടേക്കാം. അപ്പോൾ ബ്രവിസിന്റെ കാര്യത്തിൽ നാളെ എനിക്ക് തോന്നുന്നില്ല കളിക്കും തോന്നുന്നില്ല. അപ്പം ബ്രവിസ് വന്നാൽ ബ്രവിസോട് ഒരു പവർ ഹിറ്റർ ഉണ്ട്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ പവർ ഹിറ്ററിന്റെ എണ്ണത്തിൽ എന്തായാലും മുംബൈ ഇന്ത്യൻസ് ആണ് മുമ്പിൽ. അതുകൊണ്ട് ആ ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ച് ആയിരിക്കുമ്പോൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് എനിക്കൊരു സംശയമാണ്. ഇപ്പോൾ ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ച് ആണെങ്കിൽ ഓഫ് കോഴ്സ് ഒരു ഹൈ സ്കോറിംഗ് മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഡ്യൂ ഒരു ഫാക്ടറാണ്. ടോസ് നേടുന്ന ക്യാപ്റ്റൻ എന്തായാലും ചേസ് തന്നെയായിരിക്കും ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു മത്സരം പ്രതീക്ഷിക്കാം. ഇനി അതല്ല, കഴിഞ്ഞ മത്സരത്തെ പോലെ ഒരു സർപ്രൈസ് പിച്ചാണ് വരുന്നതെങ്കിൽ ഒരു 160-170 റേഞ്ചിലുള്ള മത്സരമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇനി പ്രെഡിക്റ്റഡ് പ്ലേയിങ് ടൂൾ പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈയുടെ നിരയിൽ ഞാൻ ചേഞ്ചിന് സാധ്യത കാണുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ജയിച്ച ഒരു ടീം, ഇനി കരൺ ശർമ്മയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ വിഘ്നേഷ് പുത്തൂർ കരൺ ശർമ്മയെ റീപ്ലേസ് ചെയ്യും. അതല്ലാതെ ഒരു ചേഞ്ചിനെ അവിടെ ഞാൻ സാധ്യത കാണുന്നില്ല. ഇനിയിപ്പം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിവാൾഡ് ബ്രേവിസ് ടീമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ബ്രേവിസ് ടീമിലെത്തും. കാരണം അവർക്ക് ബ്രേവിസിനെ പോലൊരു ബാറ്ററി അത്യാവശ്യമാണ്. പക്ഷേ അത് മിക്കവാറും ഈ മത്സരത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ഉണ്ടെങ്കിൽ എന്തായാലും CSK ഹെൽപ്പ് ചെയ്യും. പക്ഷേ അത് ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം എനിക്കിപ്പോൾ തീർച്ചയല്ല. അപ്പോൾ എന്തായാലും അടുത്ത മത്സരം തൊട്ട് എന്തായാലും കാണും. ഈ മത്സരത്തിൽ കാണും എന്നുള്ള കാര്യം ഉറപ്പില്ല. പിന്നെ നമ്മൾ മിഡിൽ ഓർഡറിൽ ത്രിപാഠിയൊക്കെ ഔട്ട് ഓഫ് ഫോമാണ്. അപ്പോൾ ത്രിപാഠിക്ക് പകരം ഒരു നമ്മുടെ ആന്ദ്രെ സിദ്ധാർത്ഥിനെയോ അങ്ങനെ ഏതെങ്കിലും ഒരു യങ്സ്റ്ററെ, അതായത് ഷെയ്ഖ് റഷീദിനെ ട്രൈ ഔട്ട് ചെയ്ത പോലെ ഒരു യങ്സ്റ്ററെ ട്രൈ ഔട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതല്ലാതെ അവരുടെ ടീമിൽ ഒരു ചേഞ്ചിന് ഞാൻ സാധ്യത കാണുന്നില്ല. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. മുംബൈ ഇന്ത്യൻസിന്റെ നിരയിൽ നിന്ന് രോഹിത് ശർമ്മ. ഇപ്പോൾ രോഹിത് ശർമ്മയുടെ കാര്യം പറഞ്ഞാൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, ഒരു ഇൻക്രീസിംഗ് പാത്തിലാണ്. അതായത് ബാറ്റിങ്ങിന്റെ റൺ സ്കോറിങ്ങിന്റെ കാര്യം പറഞ്ഞാൽ ഓരോ മത്സരത്തിലും എടുത്തതിൽ കൂടുതൽ അടുത്ത മത്സരത്തിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ രോഹിത് ശർമ്മയുടെ ഒരു ബിഗിനിങ്സിനായിട്ട് ആരാധകരും മുംബൈ ഇന്ത്യൻസ് ടീമും കാത്തിരിക്കുകയാണ്. അത് ഉടൻ തന്നെ സംഭവിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേവരെ പവർ പ്ലേ അതിജീവിക്കാൻ രോഹിതിനായിട്ടില്ല. അപ്പോൾ ആ ഒരു പാച്ചിൽ നിന്ന് ഇപ്പോൾ ചില ഷോട്ടുകളൊക്കെ കാണുമ്പോൾ രോഹിത് നല്ല ടച്ചിലാണെന്ന് തോന്നും, പക്ഷേ പിന്നീട് വിക്കറ്റ് നൽകി മടങ്ങുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ലീൻ പാച്ചിൽ നിന്ന് രോഹിത് എങ്ങനെയാണ് പുറത്തു വരുന്നത് എന്ന് കാണാൻ ഞാൻ കാത്തിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സൈഡിൽ നിന്നും ഷെയ്ഖ് റഷീദ്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഒരു ചെറിയ സ്കോറാണ് ഷെയ്ഖ് റഷീദ് എടുത്തത്, 27 റൺസ് മാത്രമേ എടുത്തുള്ളൂ. പക്ഷേ ആ ഒരു ചെറിയ ഇന്നിങ്സ് നല്ല ഇമ്പാക്റ്റ് നൽകി. പവർ പ്ലേയിൽ രച്ചിനോടെ ഫോം ആയപ്പോഴേക്കും ഇതേവരെ പവർ പ്ലേയിൽ അവർക്ക് ലഭിക്കാതിരുന്ന ഒരു ഇമ്പച്ചോസ് നൽകാൻ നമ്മുടെ ഷെയ്ഖ് റഷീദിന്റെ ഇന്നിങ്സിനായി. അപ്പോൾ തന്റെ രണ്ടാം ഇന്നിങ്സിൽ മുംബൈ ഇന്ത്യൻസ് പോലൊരു ടീമിനെതിരെ ഷെയ്ഖ് റഷീദ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ്.
എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്നത്തെ മത്സരത്തിൽ ഈ സീസണിലെ തുടർച്ചയായ 3-ാം ജയം സ്വന്തമാക്കാൻ മുംബൈ ഇന്ത്യൻസിന് കഴിയുമോ? അതോ ചെന്നൈ സൂപ്പർ കിങ്സ് തുടർച്ചയായ 2-ാം വിജയം സ്വന്തമാക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.